ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഫോറവർ അലോയ് ലിപ്സ് വിത്ത് ജൊജോബ ഓയിൽ. അപ്പം നമ്മളുടെ ജൊജോബയും അതുപോലെ തന്നെ അലോവേരയും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം അലോവേര, അതായത് നാച്ചുറൽ അലോവേരയാണ്, അതായത് നാച്ചുറൽ സ്റ്റെബിലൈസ്ഡ് അലോവേര അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ജൊജോബ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സിലും അടങ്ങിയിട്ടുള്ളൊരു ഓയിലാണ്. അതായത് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബീസ് വാക്സ് ആണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, അതായത് ലിപ് ബാമിൻ്റെ സ്റ്റിക്കായിട്ട് വരുന്നത് ബീസ് വാക്സ് ആണ്. ബീസ് വാക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ആൻറ്റി വൈറൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്, ഇങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ്, ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ബീസ് വാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഏതൊരാൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ മെൻസ് ആയിക്കോട്ടെ വുമൻസ് ആയിക്കോട്ടെ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇതൊരു ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ലിപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളറൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഫുൾ നമ്മളെ ലിപ്സിനെ സംരക്ഷിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിപ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലിപ്സിന് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാനുള്ള ആ ഒരു ഇത് അടഞ്ഞു പോകും. അതായത് ലിപ്പിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞു പോകും എന്ന് പറയും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബേസിലൂടെ തന്നെ ഈ ലിപ്സിനെ ശ്വസിക്കാനുള്ള ആ ഒരു, അതായത് ഓക്സിജൻ പ്രൊവൈഡ് ആകും. അതുകൊണ്ട് തന്നെ ലിപ്സ് കറക്കുന്നതൊക്കെ കുറയും. ഓക്കെ, കറുത്തു പോവുക, ലിപ്സിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറയും. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലിപ്സിൻ്റെ കറുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ മോയ്സ്ചേർഡ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒരുപാട് സഹായിക്കും. അപ്പം നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ, അതായത് നമ്മുടെ ബെനിഫിറ്റ്സിലേക്ക് കിടക്കാം. നമ്മളുടെ ലിപ്സിനെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പ്ലംബി ആക്കി വെക്കും. ഒറ്റ സ്ട്രോക്ക് തന്നെ നല്ല സോഫ്റ്റ് ആവും, നല്ല പ്ലംബി ആവും. അതുപോലെ തന്നെ ഈ ഡ്രൈ ലിപ്സ് ഉണ്ടാവില്ലേ, ക്രാക്ഡ് ലിപ്സ്, ഡ്രൈ ലിപ്സ് ഒക്കെ, അതിന് ഏറ്റവും ബെസ്റ്റാണ്. ഇത് ഉപയോഗിച്ചാൽ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. അത് നമ്മളൊരു സ്ട്രോക്കിൽ തന്നെ നല്ല പ്ലംബി ആയിട്ട് നിൽക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എന്താ പറയുക, ഈ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇടൂലേ, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുൻപായിട്ടൊരു ബേസായിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് അതിന് മേലെ ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കറക്കുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഡെയിലി ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നവരാണെങ്കിൽ ചുണ്ടെന്തായാലും ഒരു കറുപ്പ് കളർ വരും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് രാത്രി സമയത്തൊക്കെ നമ്മൾ ചുണ്ടിൽ ഇതൊന്ന് വെറുതെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നല്ല എന്താ പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലംബി ആയിട്ടിരിക്കും ലിപ്സ്. അപ്പോൾ ഈ ബി വാക്സ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ ഇതിൽ, അപ്പോൾ ഈ ബി വാക്സിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാമോ? ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ പൊള്ളലേറ്റ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ബാമം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമുക്കുള്ള എരിച്ചിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആ പൊള്ളൽ മാറിപ്പോവാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ ഇൻസെക്ട്സ് ഒക്കെ കടിച്ചിട്ട് അവിടെ ചൊറിച്ചിലും പൊന്തലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലൊരു റിലീഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉണ്ട്, ഇപ്പം നമ്മുടെ മുഖത്തോ നമ്മളെ എന്തെങ്കിലും സൈഡിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂക്കിൻ്റെ മുകളൊക്കെ ഒരു ഭാഗത്തായിട്ടൊക്കെ ഡ്രൈനെസ് വരില്ല, ആ സമയത്ത് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്താൽ ആ ഒരു ഭാഗത്തെ ഡ്രൈനെസ് മാറാൻ നല്ലൊരു എന്താ പറയുക, അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നല്ല മോയ്സ്ചേർഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പെട്ടെന്ന് മൂക്കിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒലിക്കുന്നത് അത് കുറയുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പരീക്ഷിച്ചില്ല, ഞാൻ കേട്ടൊരു കാര്യമാണ് കേട്ടോ. ഈ ഭയങ്കര ചൂടൊക്കെ ഉള്ള ടൈമിൽ ഈ ചെവി വേദനയൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇതിൻ്റെ ബാം ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ ചെവി വേദനയ്ക്ക് പെട്ടെന്ന് ഒരു റിലീഫ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ആഫ്റ്റർ ഷേവ് ഒക്കെ ചെയ്ത ആണുങ്ങൾക്ക് ഷേവ് ചെയ്തിട്ട് ഈ ഷേവിങ്ങിൻ്റെ റൈസർ പറ്റിയിട്ട് ചിലർക്ക് പെട്ടെന്ന് ഈ അലർജി ആയിട്ട് കറുപ്പ് പാടുകൾ, അതുപോലെ തന്നെ കട്ട്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കറുത്ത പാട് മാറ്റാൻ വേണ്ടിയിട്ട് അത് ആഫ്റ്റർ ഷേവിന് ശേഷം നിങ്ങൾക്ക് അത് പുരട്ടിയിട്ട് ഇടുകയാണെങ്കിൽ ആ ബ്ലാക്ക് കളർ വരുന്നത് തടയാനും അതില്ലാതിരിക്കാനും വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഈ ഷേവ് ചെയ്തതിന് ശേഷം അവർക്ക് ഇങ്ങനെ കട്ട് വരാൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് ഇങ്ങനെ മുറിവ് വരാനൊക്കെ. ആ സമയത്ത് ബ്ലഡ് ചിലർക്ക് പെട്ടെന്ന് നിൽക്കണം എന്നില്ല. അപ്പോൾ അവിടെ കഴുകിയിട്ട് ഈ ഒരു ബി വാക്സിൻ്റെ ഈ ഒരു ലിപ് ബാം ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ഈ തൊണ്ടവേദനയുള്ള സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് വിക്സ് ഒക്കെ പുരട്ടുന്ന പോലെ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ തൊണ്ടവേദന കുറയാൻ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഐബ്രോസ് ഒക്കെ കുറവുള്ളവരുണ്ടാവും. അപ്പോൾ ഐബ്രോസ് കുറവുള്ളവർ, ഐബ്രോസ് പെട്ടെന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോകുക, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളവർ ഇതിങ്ങനെ രാത്രി ടൈമിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോസ് നല്ലപോലെ വളരാനും നല്ല കട്ടിയുള്ള ഐബ്രോസ് ഉണ്ടാവാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ ചെറിയ ചെറിയ ഹീൽ ക്രാക്സ് ഒക്കെ ഉണ്ടാവില്ലേ, കാലിന് ഹീൽ ക്രാക്സ്, അതായത് വിണ്ട് കീറൽ, അതിനൊക്കെ നമ്മളിങ്ങനെ രാത്രി സമയത്ത് കാലം നന്നായിട്ടൊന്ന് കഴുകിയിട്ട്, അതായത് നമ്മൾ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കാലൊന്ന് കഴുകിയതിന് ശേഷം നന്നായി തുടച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് ഡെയിലി കിടക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രാക്സ് മാറാനും നല്ല പ്ലംബി ആവാനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ് നമ്മളുടെ ഈ എൽബോസ്, അതുപോലെ തന്നെ നമ്മളുടെ കൈകളുടെ ഇവിടെ, അതായത് നമ്മളിപ്പം എപ്പോഴും പാത്രം കഴുകുന്നവർ, അലക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. ഒരു കൈക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് ഡെയിലി ഇവിടെ കൈൻ്റെ ഈ ഭാഗത്തും അതുപോലെ എൽബോസിലും ഒക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംബി ആവും. ഈ എന്താ പറയുക, ലൈൻസൊക്കെ കുറയും. നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇതെന്ന് പറയുന്ന ഒരു ഹാൻഡി പ്രോഡക്ട്സ് ആണ്, നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഉപയോഗങ്ങളും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പം പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മുറിവുകളോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഇൻസെക്ട്സ് കടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മളവിടെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റിലീഫ് ആവാനും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എല്ലാ കാര്യത്തിലും. ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഫസ്റ്റ് എയ്ഡ് പോലെയൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്